ഞങ്ങളുടെ റിവ്യൂ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മൾ പോവാണ്. നമ്മുടെ ബസ് സൈഡിലുണ്ട്. അങ്ങനെ എത്തി ഗൈസ് മെട്രോ സ്റ്റേഷൻ. മെട്രോ മതി. എല്ലാവർക്കും വീഡിയോ എടുക്കാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ടീച്ചർമാർ വരും. ഞാൻ അപ്പോൾ വീഴും. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ മെട്രോ എത്തി. മെട്രോ കയറി മജസ്റ്റിക്കിൽ ഇറങ്ങി അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് നടന്നു പോകണം. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോൾ ഈ സാധനം കണ്ട് നല്ല രസമുണ്ട്. നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ. ഞാനെന്നാലും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതിനുള്ള എഫേർട്ട് ഇനി എന്തായാലും എടുക്കാനും പോകുന്നില്ല. അങ്ങനെ എല്ലാവരും അതിന് വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ചെന്നു. അപ്പോഴാണെങ്കിലോ എവിടെ ചെന്നാലും ഉണ്ടാവുമല്ലോ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു കുഴപ്പം. ഞങ്ങളങ്ങനെ പതുക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സ് വരുന്നതിന് മുന്നേ ബാക്കിയുള്ളവരൊക്കെ കൂടി ഒരു മെട്രോയിൽ കയറിപ്പോയി. പിന്നെ അവിടെ മജസ്റ്റിക്കിൽ ചെന്ന് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങനെ അധികം ലേറ്റ് ആയില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത മെട്രോയിൽ ഇഷ്ടം പോലെ സമയമായില്ല. അപ്പം അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എവിടെ പോയാലും ഇങ്ങനത്തെ 5-6 ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നിർബന്ധമാണല്ലോ. വിശക്കുവാണോ? ഞാൻ രാവിലെ പോയി പപ്സ് ചായക്കെ കന്നഡ മൂവി കാണാനുള്ള എക്സൈറ്റ്മെന്റ്. കന്നഡ കൊത്തില്ല സാർ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള മെട്രോ വന്നു. ഈ ഇരിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് മജസ്റ്റിക് വരെ പോകാനുള്ളതിന് ഈ മെട്രോ ഞങ്ങൾ അങ്ങ് വാടകയ്ക്ക് എടുത്ത് ഓടിച്ച മാതിരി തിരുപ്പായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരത്തെ വർത്താനമൊക്കെ കഴിഞ്ഞിട്ട് വേണം എത്താൻ വേണ്ടി. ഒരു കണക്കിന് മെട്രോയ്ക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ഈ ട്രാഫിക്കിൽ പെട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് മടുക്കുന്നതിലും നല്ലത് നമുക്ക് സൂപ്പറായിട്ട് നേരത്തെ എത്താമല്ലോ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എത്തും എന്നാണ് പറഞ്ഞത്. നമ്മുടെ ബാക്കി പിള്ളേർ വന്നിട്ടില്ല, അവരെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം എനിക്ക് ഇത് പാട്ട് ഓർമ്മയില്ല. ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു ചെടിയെ ഞങ്ങൾ കണ്ടു. 2ാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ കോളേജിൽ ഒരു പിക്നിക് വൈകിട്ട് ഇങ്ങനെ പോണൊക്കെ സീന എന്തായാലും സൂപ്പർ സീനാണ്. അങ്ങനെ ഞങ്ങൾ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങളുടെ ഡെസ്റ്റിനേഷന് ഏകദേശം ഒരു 5-10 മിനിറ്റ് നടന്നാൽ എത്തും എന്നാണ് ഞങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിലാശാപ്പ് എവിടെന്നോ ഒരു പാക്കറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ വന്നവരും പോയവരും നിന്നവരൊക്കെ അതിൽ നിന്ന് കൈയിട്ട് വരും. പിന്നെ ബാക്കി പറയണ്ടല്ലോ. ആ പാക്കറ്റ് പൊട്ടിച്ചതേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞത് ആർക്കും ഒരു പിടുത്തണ്ടായില്ല. അത്രയും സ്പീഡിൽ അതങ്ങ് തീർന്നു. ഇങ്ങനത്തെ മുഖം കഴിക്കുന്നതിന് സൊട്ടുമാണ് ഇതിൻ്റെ ഓണർ. താങ്ക് യു സൊട്ടു ഫോർ ഒരു നേരത്തെ ആഹാരം. എന്താ അനുഗ്രഹോ? അതല്ലെങ്കിലും പിന്നെ അങ്ങനെയാണല്ലോ. ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മഴയ്ക്ക് അങ്ങ് വരണം, അല്ലെങ്കിൽ അങ്ങോട്ട് വിഷമമാവും. ഒടുക്കത്തെ മഴക്കാരായിരുന്നു. അതുമാതിരി തന്നെ അത് പെയ്യുകയും ചെയ്തു. അപ്പം നമ്മളെല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് പൊട്ട് കേൾക്കാം. നമ്മളിനി ഈ വഴി കൂടെ എങ്ങോട്ടാ പോണെന്ന് അറിഞ്ഞൂടാ. സത്യം തിയേറ്റർ എവിടെ ഞങ്ങൾക്ക് പോലും അറിയില്ല. പക്ഷെ അങ്ങോട്ട് പോവന്നെ. ഒരാളൊക്കെ പറയുന്നത് ബാഗിക്ക് വലിക്കും വെറുപ്പിച്ചിട്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിഫോം ഇട്ടത് കാരണം എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് കയറിയാലോ. എവിടെ ഒരു കൊട്ട് കേൾക്കുന്നുണ്ട്. മരിച്ചതാണോ? ലിയാലിയോൺസിന് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എന്തേലൊക്കെ ഇവിടുന്ന് കിട്ടും. കണ്ടോ, ഇപ്പൊ വായന വെള്ളം ഒലിക്കും. ചെരുപ്പൊക്കെ കണ്ട പിന്നിലേക്ക് എവിടെ നിൽക്കാൻ പറ്റില്ല.
ഷൂസ്, ചെരുപ്പ്, ബാഗ് അതൊക്കെ കണ്ടാൽ ലിയുടെ വീക്ക്നെസ് ആണ്. ഇതാണ് ഗൈസ് തിയേറ്റർ. അതെ, ഇതാണ് നമ്മുടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സീറ്റിലെത്തി. ഇത് നമുക്ക് ടിക്കറ്റൊക്കെ കയറി തന്നാന്ന് വെച്ചിപ്പോൾ എനിക്കൊന്നും ഒരു അരമണിക്കൂറും കൂടി കണ്ടുകൊണ്ട് സിനിമ തുടങ്ങാൻ. കന്നഡപ്പടമാണ്, അതുകൊണ്ട് ഇതിൻ്റെ എൻഡ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്? ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല, അതായിട്ട് വന്നിരിക്കണം. അതെ, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്നിരിക്കണം. എനിക്ക് സിനിമ ഒന്നും തുടങ്ങിയിട്ടില്ല. സിറ്റുന്നുണ്ടോ? എന്നാ ദൈവം കണ്ടെന്ന് നിന്നെ ചോദിച്ചിട്ടതാ. കന്നഡ മൂവിക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ്. അത് പരസ്യം, സിനിമയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുൾ ഗ്യാങ്. അതെ, ടീ ട്രെയിൻ വാങ്ങി. കരയാണ് ഗൈസ്, തിരിഞ്ഞ് കരഞ്ഞ്. സൂപ്പർ. അങ്ങനെ നമ്മൾ കുറേ ഓടി ബസ്സിൽ കയറി. നമ്മൾ ഇങ്ങോട്ട് ഭയങ്കര ലക്ഷറായിട്ട് മെട്രോയിൽ സ്കൂൾ ബസ്സിൽ തിരിച്ച് നമ്മൾ പോകുന്നത് എങ്ങനെയാണ്? ബസ്സിൽ. അപ്പം ഇനിയൊന്നും ഇല്ല എടുക്കാൻ തോന്നും. ചിലപ്പോൾ ഫുഡ് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ അത് കൂടി കാണിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ബൈ ബൈ. ഇമ്നെ ചോണ്ട് വിശക്കുന്നുണ്ടോ? ഏയ് വരട്ടെ, ഒട്ടുമില്ല. അത് ആരെ നോക്കി കൊതിട്ടോണ്ടിരിക്കുന്നത്? വിശന്ന് ക്രിസ്തുവിന്റെ കണ്ണ് നിറഞ്ഞു കഴിച്ചു. ഇനി തന്നിരിക്കും ശരിക്കും കഴിക്കാൻ. എന്തൊക്കെ ഒരു തേങ്ങ പോലും കഴിച്ചു. ഇനി ശരിക്കും വിശക്കുണ്ട് എനിക്ക്. ഒരാൾ വിശന്നത് ഫോണിൽ തങ്ങുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവദൂതനെ പോലെ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നു. ഓഹ്, വിശന്നിട്ടുണ്ടല്ലോ. അടിവയറ്റിൻ്റെ ഒക്കെ കുടലിരിഞ്ഞ് മണം വന്ന് തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ തീർന്നു. അങ്ങനെ ലോകെടുക്കാനുള്ള ക്ഷമ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ പാമ്പിനെ പോലെ അവസാനം. അതെ, നമ്മൾ ബൈ ബൈ ബൈ. ഞാൻ നിങ്ങളെ കാണിക്കാം. Bye bye. Bye bye.